എന്താണ് കാര്യം? മുതലാളി, അടുത്ത മാസം എന്റെ മോളുടെ കല്യാണം തീരുമാനിച്ചിരിക്ക. സുശീലേ, ഞാനിതാ വരുന്നു. ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കേ. എന്താ വേണ്ടത്? നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ നാളെ വാ, ഞാൻ തരാം കേട്ടോ. വളരെ നന്ദി. ശരി മുതലാളി, പോയിട്ട് വരൂ. സുശീലേ, ഈ വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷനിലെ എന്താ നമ്മുടെ മോള് ഇങ്ങനെയൊക്കെ ഡ്രസ് ഇട്ടിരിക്കുന്നത്? കാണുന്നവരൊക്കെ എന്ത് പറയുന്നു? നീ ഒന്ന് വെറുതെ ഇരിക്കേ. ആദ്യം അവൾ ഇവിടുത്തെ പശ്ചാത്തലം മനസ്സിലാക്കട്ടെ. എന്താ മോള് നന്ദിനി, ഫോട്ടോയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണല്ലേ? ഇവരൊക്കെ ആരാണെന്ന് നിനക്കറിയാവോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവരെല്ലാം രാജകുടുംബത്തെ ചേർന്നവരാണ്. ഇദ്ദേഹം ഉണ്ടല്ലോ, തഞ്ചാവൂർ കൃഷ്ണരാജപുരം ഭരിച്ചവര്. ഇവര് തേരിലേറി ചുറ്റി വന്നാലുണ്ടല്ലോ, കാണാൻ അത്ര ഗംഭീരമായിരിക്കും. പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ, സാധാരണക്കാരനല്ല, ജയ്പൂർ രാജാവായിരുന്നു. ആ മഹാരാജാക്കന്മാർക്കെല്ലാം കണക്ക് പിള്ളയായി ജോലി നോക്കിയ ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഉണ്ടല്ലോ, എന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. രാജവംശം തന്നെ ഇല്ലാതെ ആയിപ്പോയി. അപ്പോ ഇവരെല്ലാം ഇട്ടു തന്ന ഭിക്ഷയാണ് ഈ ജമീൻ. അത് വെച്ചാണ് നമ്മൾ ഈ സന്തോഷമായി ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല നന്നായിട്ട് മനസ്സിലായോ നന്ദിനി കുട്ടി? ഞാൻ നന്ദിനിയല്ല, രാഗിണി. ഈശ്വര, ഒരു തരത്തിൽ ഇവിടെ എത്തിച്ചു. ഇതൊന്ന് പുറത്തുനിന്ന് ഇറങ്ങുവാളെ. നിനക്കെന്താ വട്ടുണ്ടോ? ഒന്ന് പോയെടുത്ത് പോ. നിങ്ങൾക്കെന്താ ഭ്രാന്തെന്ന് വെച്ചാ പേടിയാ? എല്ലാവർക്കും ഭ്രാന്തെന്ന് പറഞ്ഞാ പേടിയാ. നിങ്ങൾ എല്ലാരും മരിക്കും, നിങ്ങളൊക്കെ മരിക്കും. എന്റെ പൊന്നു മോളെ, എന്നെ മാപ്പാക്കി. ഞാൻ വെറുതെ പറഞ്ഞതാ. മോളത് പോയേ. അവൻ കാശ് തന്നിട്ടില്ലെങ്കിൽ അവന്റെ വീടിനകത്തുള്ള പശുവും ആടും കോഴിയൊക്കെ എടുത്തോണ്ട് നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടണം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി സാർ. നീ എന്താ വല്ല പോത്തിനെ പോലെ എന്റെ മുമ്പിൽ എന്നെ കണ്ണു തുറച്ച് നിക്കുന്നേ? അങ്ങുന്നേ, നിങ്ങള് മണ്ണിട്ട് മൂടി ഒരാളെ കൊന്നില്ലേ, ആ തഹസിൽദാർ? അയാളുടെ ഭാര്യ ഇവിടെ വന്ന് കിടന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൾ എന്തിനാ നമ്മുടെ വീട്ടിൽ വന്ന് വെറുതെ ഒച്ച ഉണ്ടാക്കുന്നേ? അവളെ പൊക്കിയെടുത്ത് വല്ല കടലിലോ പുഴയിലോ ചെന്ന് ഇട്. അയ്യോ, അവളുടെ കാര്യം അല്ല ഞാനീ പറഞ്ഞു വരണേ. അഗോദര, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? നന്ദിനി. അതാരാ നന്ദിനി? ഹലോ, അത് ഈ നരസിംഹ മുതലാളിയുടെ മോള് വന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞ? എന്തിനാ അടിച്ചെന്റെ? ആദ്യം തന്നെ ഞങ്ങള് തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. എനിക്ക് അവന്റെ അടുത്ത് കിട്ടാനുള്ള സ്വത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ടാണോ നീ അവന്റെ കുടുംബകഥ എന്നോട് പറയുന്നത്? അതും ചത്തുപോയ നന്ദിനെ കുറിച്ച്? അയ്യോ, സത്യമായിട്ട് വന്നിരിക്കുക. അങ്ങുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ കണ്ണുകൊണ്ട് കണ്ടോ? കാണാൻ എങ്ങനെയുണ്ട്? ശരീരം വെണ്ണ പോലെ ഉണ്ട്. അവളുടെ കവിള് രണ്ടും പഴുത്ത കാശ്മീർ ആപ്പിൾ പോലെ ഉണ്ട് മുതലാളി. ശരീരം വെണ്ണ പോലെയും കവിളുകൾ രണ്ടും കാശ്മീർ ആപ്പിള് പോലെ ഉണ്ടല്ലേ? കണ്ണ് ശോഭനെ പോലെയും ശരീരം സിൽക്ക് സ്മിതയും പോലെ ഉണ്ടല്ലേ? കറക്റ്റായിട്ടാ പറഞ്ഞ അങ്ങനെയല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞതും നീ എന്നോട് പറഞ്ഞതും രണ്ടും പച്ച കള്ളമാണ്. അയ്യോ, സത്യമായിട്ടാ പറയണ അങ്ങോന്നേ. സത്യമായി ഇതുപോലെ നുണ പറഞ്ഞ് നടന്നാണ്ടല്ലോ, ഒരു വറ്റ ആഹാരം കഴിക്കാൻ നിനക്ക് നാക്കുണ്ടാവില്ലേ? പറഞ്ഞേക്കാം, ഒരക്ഷരം മിണ്ടിപ്പോരുത്. ഇറങ്ങിപ്പോടാ. അയ്യോ, എന്നെ ഇങ്ങനെ എന്തിനാ അടിക്കുന്ന അങ്ങുന്ന? ഒന്ന് നിക്ക്, ഞാൻ പറയുന്നത് സത്യമാണെന്ന് കാണിച്ചു തരാം. ഈ കണ്ണെത്താ ദൂരത്ത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വന്തമായ സ്ഥലങ്ങളാണ് നന്ദിനി. ഇതിലൊരു 6 ഏക്കർ നമ്മൾ പാട്ടത്തിന് വിട്ടിരിക്കുകയാണ്. ദോ അവിടെ ജോലി നോക്കുന്നില്ലേ ആളുകള്? ആ സ്ഥലം മുഴുവൻ ഒരു ക്ഷേത്രത്തിന് വേണ്ടി കൊടുത്തു. വിവാഹം കഴിഞ്ഞ 6 വർഷമായിട്ടും ഒരു കുഞ്ചിക്കാലം ഞങ്ങൾക്ക് കണ്ടില്ല. ഒരു കുഞ്ഞിന് വേണ്ടി ദേവിയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് നീ ജനിച്ചത്. ആ ആഗ്രഹം നിറവേറ്റിയതിന് കൊടുത്താണ് ആ സ്ഥലം. ഇതെല്ലാം ആര് ചോദിച്ചേ? അവിടെ എത്ര വെളച്ചിൽ വന്നാലും അതെല്ലാം ദേവിക്ക് വേണ്ടിയാണ്. ഈ വർഷം ഉത്സവം നടക്കാൻ പോവാണ്. എന്തു പറ്റി മോളെ? നന്ദിനി, ഈ സ്ഥലങ്ങളൊക്കെ മറന്നോ മോളെ? ഉച്ചവെയിൽ അടിക്കുന്നു മോളെ. നമുക്ക് വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കണ്ടേ?
നിങ്ങൾ പൊക്കോളൂ, ഞാൻ പിന്നീട് വരാം. ഉം. ശരിയുടെ മോളെ, നിന്റെ ഇഷ്ടം. അയ്യോ എന്നെ ഒന്ന് താഴെ ഇറക്കടാ. എവിടെയാ അവരവിടേക്ക് ഓടിപ്പോ, അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകാം. എവിടേക്കടാ കൊണ്ടുപോകുന്നത്? ഒന്ന് താഴെ ഇറക്കടാ മര്യാദക്ക്. താഴെ ഇറക്ക്. അയ്യോ 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 എന്നെ ഉരുട്ടി വിട്ടല്ലോ ദൈവമേ. അയ്യോ അയ്യോ. മൊയിലാളി നിങ്ങളോ? എന്താ മൊയിലാളി ഇത്? നിങ്ങളുടെ ആളുകൾ എന്നെ പൊക്കി എടുത്തോണ്ട് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉരുട്ടി വിട്ടു. എന്താ കാര്യം? ആദ്യം നീ ഒന്ന് എണീറ്റേ. അയ്യോ അയ്യോ. പറഞ്ഞോ. എണീറ്റ് നിക്ക്. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? നന്ദിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാ? നന്ദിനി? നിങ്ങൾക്ക് നന്ദിനിയെ കുറിച്ചൊന്നും അറിയില്ലേ? എന്താ ചേട്ടാ, ഇപ്പൊ പറഞ്ഞ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചാലും നന്ദിനിയെ കുറിച്ച് എല്ലാം അറിയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും വലിയ മൊയിലാളിന്ന് നന്ദിനിയെ പറ്റി അറിയില്ലേ? മൊയിലാളി, നന്ദിനെ ഒന്ന് ഓർത്താലേ ഒരു ഫുൾ അടിച്ച പോലെ ഉണ്ടാവും. എന്താടോ ഇങ്ങനെ ഒരു പ്രാന്തനെ പോലെ അവളെ സംസാരിച്ചോണ്ടിരിക്കണേ? ഓർത്താലേ വട്ടുപിടിക്കും. ഏയ്, അവളെ ഓർത്താലേ വട്ടുപിടിക്കും. കാണാനായി കൊതിക്കുന്നു. ഏതൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നു. അവൾക്ക് എന്തൊരു അഴകാ, എന്തൊരു കളറാ, എന്തൊരു സ്റ്റൈലാ. അവളെ ഓർത്താൽ എനിക്ക് രോമാഞ്ചം വരികയാ. അയ്യോ. ആഹാ മൊയിലാളി, ആ പരസ്യത്തില് നമ്മുടെ നന്ദിനി മാത്രമല്ല, കോമഡി രാജാവ് അജി വർഗീസും ഉണ്ടാകും. നന്ദിനി വെച്ചാ ആ നന്ദിനി അല്ലടോ, മാരപ്പ മുതലാളിയുടെ മോള്. എടാ മുടിയത് കൈയെടുക്കടാ. ആ നന്ദിനിയാണോ? എന്റെ മുതലാളി പാവം അതിനെ കുഞ്ഞുനാളിലെ കാണാനില്ലായിരുന്നു. പെട്ടെന്ന് പരിക്കേത്തിന്റെ വണ്ടി കിടക്കുന്നു. ഞാനാ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത്. അതിനുശേഷം അവളുടെ അച്ഛനമ്മ അടുത്ത് പോയി കാര്യം പറഞ്ഞു. എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെയാണോ? ഇങ്ങ് വന്നേ. പറയാം മുതലാളി. എന്താ മുതലാളി? അവൾ അവന്റെ മോളാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അതെങ്ങനെയാണെന്നറിയോ? മുതുകിലൊരു വലിയ പച്ച കുത്തിയിരുന്നു. മുതുകില് പച്ച കൂത്തിയിട്ടുണ്ടെങ്കിൽ അവള് നന്ദിനി ആയിരിക്കും അല്ലേ? വിട് മുതലാളി. നോക്ക് മുതലാളി, ആ പെണ്ണിന്റെ മുതുകിൽ നന്ദിയുടെ രൂപം പച്ച കുത്തിയിരുന്നു. ഞാൻ ഉടനെ ഓടിപ്പോയി അവരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അവര് വന്ന് ആ പെണ്ണിനെ കണ്ടിട്ട് അതെ ഇത് എന്റെ മോളാണെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് കിട്ടിയത്. എന്താ നിനക്ക് കിട്ടിയത്? സന്തോഷം, സമാധാനം, സംതൃപ്തി. ഇതാ കിട്ടിയത്. എന്താ നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്ത? മുതലാളി, നിങ്ങളുടെ ബന്ധുവല്ലേ അവരൊക്കെ? സന്തോഷിക്കും മുതലാളി. അത് ആഘോഷിക്കാൻ നാട് മുഴുവൻ സദ്യ കൊടുക്ക്. ആ കോൺട്രാക്ട് എനിക്കാ. നിങ്ങൾക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാം. നീ എനിക്ക് ഡിസ്കൗണ്ട് തരുമല്ലേ? സന്തോഷം. ഇങ്ങോട്ട് വന്നേ. എന്താ മുതലാളി? ഞാനിപ്പോ തരാം. നിനക്കിന്റെ വല്ല ആവശ്യമുണ്ടോ പറയ്. ആഹാ, നീ കാരണം ഞാൻ അടി വാങ്ങിച്ച് മരിക്കുക. നീ അവിടെ കല്ലുകൊണ്ട് കളിച്ചോണ്ടിരിക്കുകയാണല്ലേ? നിന്നെ ഞാൻ എന്ത് ചെയ്യണം നോക്കോ. നിക്കോടെ. ഏയ്, നീ ആരടി? നിനക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ? അയ്യോ, കണ്ട നന്ദിനിയെ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാ ഞാൻ മൊയിലാളിയുടെ മോളെ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മോളെ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്ന് പറഞ്ഞത്. ഈ കാര്യം അറിഞ്ഞ ആ നരസിംഹൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അടിച്ചൊരു പരുവാക്കി. നോക്ക്, കവിളൊക്കെ വീങ്ങിയിരിക്കുന്നത്. ഓഹോ, അപ്പൊ നീയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നേ? ഞാനാ മിലിറ്ററി ഹോട്ടൽ കൊച്ചു മുതലാളി. അത് ശരി, ഞാൻ എങ്ങനെയാ മൊയിലാളിയുടെ മോളെന്ന് കണ്ടുപിടിച്ചെന്നറിയോ? നിങ്ങളുടെ മുതുകിലുള്ള നന്ദിയുടെ രൂപം കണ്ടാണ്. എടാ പ്രാന്താ, നീ എന്തിനാ പുറത്തു നോക്കിയേ? എടാ കുള്ള, നീ എന്നെ ഹോസ്പിറ്റലാക്കിയതിനു ശേഷം നീ നിന്റെ ജോലി നോക്കി പോണ്ടതല്ലേ? ഈ ലോകത്ത് വയസ്സായവർ ധാരാളം ഉണ്ട്. അവരെല്ലാരും അച്ഛനും അമ്മയൊക്കെ എടുക്കാൻ പറ്റൂ? കൊല്ല വേണ്ടത്. കാലി പിടിക്കാൻ എന്നെ ഒന്ന് വെറുതെ വിട്. ഇന്ന് ആരെ കണി കണ്ടോ എന്തോ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഭക്ഷണത്തിന് മുന്നിൽ കുത്തിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു ശകലം നിക്കേ, നന്ദിനി ഇങ്ങോട്ട് വരട്ടെ. നന്ദിനി, നീ വരുന്നതിന് മുമ്പേ ഞാൻ കുത്തിയിരുന്നു മോളെ ഭക്ഷണം കഴിക്കാൻ. വിഷമം തോന്നരുത് മോളെ, അച്ഛന് ഷുഗർ ഉണ്ട് മോളെ. അതുകൊണ്ടാ നേരത്തെ കുത്തിയിരുന്നത്. ഒന്ന് വേഗം വാങ്ങ്. കൊടുക്ക്. ആ രാഗി എടുത്ത് കൊടുക്ക മോൾക്ക്. നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട രാഗി. നന്നായി കഴിച്ച മോളെ. വയറ് നിറച്ചും കഴിക്കണം.
മോളെ നിക്ക്, ഞാൻ വാരിത്തരാം കേട്ടാ. ആ ആ എന്താ ഇത്? അയ്യേ, ഇങ്ങനെ ചവയ്ക്കാൻ പാടില്ല, വിഴുങ്ങണം. വിഴുങ്ങ്. എന്താ മോളെ, എന്ത് പറ്റി? സാറില്ല ലക്ഷ്മി ഒന്ന് വേഗം ആ പാത്രം എടുക്കണ്ട, വെള്ളം എന്റെ കയ്യിൽ വെക്കി. ഒന്നുമില്ല മോളെ, നീ പേടിക്കണ്ട, ഒന്നും ആയിട്ടില്ല കേട്ടാ. നിക്ക് ഞാൻ നിനക്ക് വാരിത്തരാം. സ്പൂൺ താ. ആ സ്പൂണ് അതെ, സ്പൂണ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇതാ. ഏയ്, എന്താ നിങ്ങൾ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നേ? എല്ലാരും പോവാ അവിടുന്ന്. എന്താ മോളെ നന്ദിനി, നിനക്കത് ഇഷ്ടായില്ലേ? രാഖി എന്ന് പറഞ്ഞാൽ നിനക്ക് വളരെ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ. വയറു നിറച്ച് തിന്നു നീയേ. വേണ്ട, എനിക്ക് ചോറ് മതി. വേണ്ട, ഞാന് ചോറെടുത്ത് ചോറെടുത്ത് കൊടുക്ക്. ആ മോള് ചോറുണ്ട്. അതാരാ കഴിക്കുക? അത് ഞാൻ കഴിച്ചോളാം മോളെ. അതെന്റെ എച്ചിലല്ലേ? നീ എന്റെ വയറ്റിലായിരുന്നപ്പോ ഞാൻ കഴിച്ച എച്ചിലല്ലേ മോള് കഴിച്ചിരുന്നത്. ഇപ്പോ നീ കഴിച്ച എച്ചിൽ ഞാൻ കഴിച്ചോളാം. നീ കഴിക്കാതെ എങ്ങനെയാ മോളെ എനിക്ക് കഴിക്കാൻ പറ്റുക? രസം നന്നായിരിക്കും, കഴിച്ചോ കേട്ടാ.